അരനൂറ്റാണ്ടായി തുടർന്ന് വന്നിരുന്ന പെട്രോ ഡോളർ എന്ന് പറഞ്ഞ ഒരു കരാറ്. അപ്പം അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യ അത് പുതുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുമൂലം ആഗോളതലത്തിൽ എന്തെങ്കിലും ചലനങ്ങളുണ്ടാവുമോ? വലിയ മാറ്റങ്ങളുണ്ടാവും. അതായത് ഡോളറിൻ്റെ ഒരു അധീശത്വം മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഇത് വെച്ച് ഉണ്ടാകും. അതായത് ഈ സൗദി അറേബ്യ ആർക്ക് പെട്രോൾ വിറ്റാലും അത് അമേരിക്കൻ ഡോളറിൽ വിൽക്കണം എന്നുള്ളതാണ് 1974 ജൂൺ 8 കിസിഞ്ചർ, ഹെൻറി കിസിഞ്ചർ ഉണ്ടായിരുന്നില്ലേ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറിയും ഫൗദ് ഇബൻ അബ്ദുൽ അസീസ് രാജകുമാരനും സൗദിയിൽ കൂടി ഒപ്പിട്ട കരാറാണത്. ആ കാലത്ത് ഒപ്പിടുമ്പോൾ സൗദിയെ സംബന്ധിച്ച് സൗദിക്ക് ഈ സൈനിക സഹായങ്ങൾ കൊടുക്കാം, സാമ്പത്തിക സഹകരണം ആകാം, ഈ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമല്ലോ, അങ്ങോട്ടും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ അമേരിക്ക ഈ ഒരു അതിമിടുക്ക് കാണിച്ചത് വാങ്ങിച്ചത്. സൗദി അറേബ്യ അങ്ങനെ ആർക്ക് ഇപ്പോൾ ഇന്ത്യക്ക് എണ്ണ വെക്കുമ്പോഴും ഡോളറിൽ വേണം വെക്കാൻ. ഇപ്പം നമ്മുടെ പൈസ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കരുതൽ ശേഖരം ഉണ്ടല്ലോ എല്ലാ രാജ്യങ്ങൾക്കും. നമുക്കും കരുതൽ ശേഖരം റിസർവ് ബാങ്കിൽ ഡോളറിലുള്ള കരുതൽ ശേഖരമാണ് കൂടുതൽ. അതാണ് ഈ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ഭദ്രതയുടെയും ഒക്കെ അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാ രാജ്യങ്ങൾക്കും ലോകത്ത് ഈ ഡോളറിൻ്റെ ശേഖരം ഉണ്ട്. അതൊക്കെ ഇനി കുറയുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സൗദി ഇത് ചെയ്തതിൻ്റെ പിന്നാലെ മൊത്തം ഈ ഒപ്പേക് രാഷ്ട്രങ്ങളുണ്ടല്ലോ, എണ്ണ ഉൽപാദന ഗൾഫ് രാജ്യങ്ങൾ, അവരെല്ലാവരും ഇതിലേക്ക് നീങ്ങി. അതായത് ഒരു രാജ്യം മാത്രമല്ലായിരുന്നു, ആ ഗ്രൂപ്പ് മുഴുവൻ ഈ ഡോളർ, പെട്രോ ഡോളർ, അങ്ങനെയാണ് അതിന് പെട്രോ ഡോളർ എന്ന് പേര് വന്നത്. അതൊക്കെ സാമ്പത്തികമായി മുമ്പോട്ട് പോകുന്നു എന്നൊക്കെ വന്നത് ഈ ഡോളർ. അതുമാത്രമല്ലായിരുന്നു, ഈ ഡോളർ ഈ പെട്രോൾ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതിലെ പ്രധാന ഭാഗം അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കണം എന്നൊരു വ്യവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ ട്രഷറി, ഈ കടപ്പത്രം ഉണ്ടല്ലോ നമ്മളിവിടേക്ക് ഇറക്കുന്ന പോലത്തെ തന്നെ, അത് തന്നെ ട്രഷറി ബോണ്ട് വാങ്ങിക്കുക, അതിന് ചെറിയ പലിശ കിട്ടും. അമേരിക്കയിലൊന്നും വലിയ പലിശയൊന്നുമില്ലല്ലോ. ഇപ്പോൾ അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയിരിക്കുന്ന രാജ്യം, ഒന്നാമത്തെ രാജ്യം ജപ്പാൻ, രണ്ടാമത്തെ രാജ്യം ചൈന. അപ്പോൾ ചൈനയും അമേരിക്കയുമാണെങ്കിൽ വലിയ ശീതസമരമാണ്. ചൈന ധാരാളം ട്രഷറി ബോണ്ടിൽ ഇറക്കിയിട്ടുമുണ്ട്. പക്ഷേ സമീപകാലങ്ങളിലായിട്ട് കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ജപ്പാനും ചൈനയും ഈ ട്രഷറി ബോണ്ടുകളിൽ നിന്ന് ധാരാളം പിൻവലിയുന്നുണ്ട്. നിക്ഷേപം പിൻവലിച്ചിട്ട് ഈ സ്വർണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം സ്വർണം ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ട് ഈ കേമൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ, ഈ ടാക്സ് ഹേവൻ എന്ന് പറയില്ലേ, നികുതിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രഷറി ബോണ്ടിൽ നിന്നുള്ള ഈ വിത്ത്ഡ്രോവൽ അമേരിക്കയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതാണ് അവിടെ ഇപ്പോൾ ഈ ട്രഷറി പൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ട്രഷറി സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ കടമെടുക്കേണ്ടി വരും, ആഭ്യന്തര കടം തന്നെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര സാമ്പത്തിക നില വലിയ ഇതൊന്നുമല്ല. ഈ ട്രഷറി ബോണ്ടുകളിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും കാശുള്ള രാജ്യങ്ങളൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് അവിടെ ഈ 2% പലിശക്കൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ പോയി ഒരു ഭവന വായ്പ എടുത്താലോ 1.5% അല്ലേ ഉള്ളൂ. അതൊക്കെ കൂട്ടുന്നതാണ് ചില സമയത്ത്. ഇപ്പോൾ ഫെഡറൽ റേറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞിങ്ങനെ വരുമല്ലോ, നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിനെയൊക്കെ ബാധിക്കുന്നതാണ് ഫെഡറൽ റിസർവിൻ്റെ ഹൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഹൈക്കൊക്കെ നടക്കുന്നുണ്ട്. വലിയ ഹൈക്കൊന്നും വളർച്ചയിൽ അമേരിക്കയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ സൗദിയുടെ ഈ തീരുമാനം കൂടി വരുമ്പോൾ അത് കൂനിൽ മേൽ കുരു എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ട കാര്യം എന്താണ്?
സൗദിയുടെയൊക്കെ മുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഉണ്ടായിരുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഈ ഊർജ വിപണി ഉണ്ടല്ലോ, എണ്ണ വിപണി, അതിൻ്റെ മുകളിലൊരു കുത്തകാധിപത്യത്വമൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രേഡിലും ഒക്കെ ഉണ്ടായിരുന്നു. അമേരിക്ക തന്നെ ന്യൂയോർക്ക് ഒരു എണ്ണപ്പാടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡെപ്ലീറ്റ് ചെയ്തിട്ട് തീർന്നിട്ട് നമുക്ക് കുഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അപ്പോൾ ആ കുത്തക പോവുകയാണ്. കുത്തക നഷ്ടപ്പെടുന്നു ഊർജ വിപണിയുടെ മുകളിലുള്ള. അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1974 അറബ് ഓയിൽ എംബാർഗോ എന്ന് പറഞ്ഞിട്ട്, അതായത് മറ്റേ അറബ് രാഷ്ട്രങ്ങൾ തന്നെ ഞങ്ങൾ ഇത്രേ തരുള്ളൂ, ഇത്രേ വെക്കുള്ളൂ, ഇനി വിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വില കൂടുന്നുണ്ടായിരുന്നു. ആ സമയത്തും അമേരിക്കയ്ക്ക് ഈ സ്റ്റഡി ഓയിൽ ഫ്ലോ, കൃത്യമായിട്ട് എണ്ണ കിട്ടുക, ഒരു സ്റ്റേബിൾ മാർക്കറ്റ്, അതൊക്കെ അമേരിക്കയ്ക്ക് ഈ കരാറ് കൊണ്ടൊക്കെ കിട്ടിയിരുന്നു. അമേരിക്കയ്ക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റിസർവ് കറൻസി, ഇതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും കരുതൽ നാണ്യശേഖരമായിട്ട് ഡോളർ ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണല്ലോ അതെ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അത് മേടിക്കാനായിട്ട് എല്ലാവർക്കും ഡോളർ വേണം. ഡോളർ കരുതൽ ശേഖരമായിട്ട്, റിസർവ് കറൻസി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അതാണ്. പക്ഷേ ഈ ചൈനയും ഇന്ത്യയും ഒക്കെ അംഗമായിട്ടുള്ള ചില ഈ സഖ്യങ്ങളുണ്ട്, രാജ്യസഖ്യങ്ങൾ ലോകത്ത്. റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഉള്ളതാണ് ഷാങ്ഹായ് കോപ്പറേഷൻ കൺട്രീസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇറാനും ഒക്കെ അതിൽ മെമ്പർ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവർ കുറെ കാലമായിട്ട് ഈ സഖ്യരാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ യുവാൻ റിസർവ് കറൻസി ആക്കിക്കൂടെ എന്നുള്ള കാര്യം, ചൈനയുടെ കറൻസി. അപ്പോൾ അതിൽ ചിലപ്പോൾ അങ്ങനെ വേറെ രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസി യുവാനോ മറ്റോ റിസർവ് കറൻസി ആയിട്ട് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ കറൻസിയിൽ, ഡിജിറ്റൽ കറൻസിയിൽ പേ ചെയ്യുക. ബിറ്റ് കോയിൻ ആകാം, അല്ലാത്ത സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ടാക്കി വരുന്നുണ്ട് ഈ ഡിജിറ്റൽ കറൻസിയിൽ പേ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ രൂപയ്ക്ക് റഷ്യയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ഇവിടുന്ന് അവർ റൂബിളിന് വാങ്ങുകയാണെങ്കിൽ, ഇപ്പം റഷ്യയുമായിട്ടൊക്കെ നല്ല ടേംസിലുണ്ട്. അതുപോലും ഈ ഡിജിറ്റലായിട്ടുള്ള ബാങ്കുകൾ തമ്മിലുള്ള കറൻസി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ഈ 22 രാജ്യങ്ങളിലെ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകളിൽ വോസ്ട്രോ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഇത്തരം കച്ചവടങ്ങൾക്ക് വേണ്ടി. കമ്പനികൾ ഒക്കെ ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചൈനയിൽ ഇന്ത്യൻ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി 22 രാജ്യങ്ങളിൽ റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി, ഇസ്രയേൽ ഒക്കെ ഉണ്ട്. വലിയ രാജ്യങ്ങളൊക്കെയാണ്. വലിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്, സഖ്യ രാജ്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ചില കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സിമെൻറ്റ്, അങ്ങനെ അംബുജ സിമെൻറ്റോ അങ്ങനെ ഏതൊരു കമ്പനി ധാരാളം സിമെൻറ്റ് വാങ്ങിച്ചതായിട്ടൊക്കെ ഞാൻ മറ്റേ ട്രേഡ് ചെയ്തതായിട്ട് അങ്ങോട്ട് കയറ്റി അയച്ചതായിട്ടൊക്കെ ഞാൻ വായിച്ചു. കൂടാതെ അറബ് രാജ്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് സ്വീകരിക്കുന്നുണ്ട് വിനിമയം നടത്താനൊക്കെ. അതിനൊന്നും പ്രയാസമില്ല. അതുപോലെ ബ്രസീൽ ചെയ്യുന്നുണ്ട്. സൗത്ത് മറ്റേ അമേരിക്കയിലാണെങ്കിലൊക്കെ പോലും അമേരിക്കയോട് വിരോധമുള്ളത് കൊണ്ട് ബ്രസീൽ ഒരു ലാർജ് സ്കെയിലിൽ ഇത് ചെയ്യുന്നുണ്ട് ഈ സഹകരിച്ചിട്ട്. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ യുദ്ധകാലത്ത് റഷ്യക്ക് വലിയ അടി കിട്ടി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു.
ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ അസറ്റുകൾ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പോൾ ആ സമയത്ത് വലിയ യാറ്റുകൾ, ഈ യാനങ്ങളില്ലേ, സുഖവാസയാനങ്ങളൊക്കെ ഇല്ലേ, വലിയ റഷ്യൻ ഒളിഗാർക്കുകൾ, വലിയ കോടീശ്വരന്മാരുടെ, ഇതൊക്കെ പിടിച്ചിട്ടു. ഏതൊക്കെ രാജ്യത്തിലാണോ കിടന്നത് അതൊക്കെ അവർ കോൺഫിസ്കേറ്റ് ചെയ്ത് കണ്ടുകെട്ടി. പിന്നെ പല സ്ഥലത്തും സ്വത്തുണ്ടല്ലോ. ബ്രിട്ടനിലുമൊക്കെ ഈ പുട്ടിന് അല്ലെങ്കിൽ പുട്ടിൻ്റെ വെപ്പാട്ടിമാർക്കൊക്കെ ഉള്ള വലിയ ബംഗ്ലാവുകളൊക്കെ ഇല്ലേ, ലണ്ടനും പരിസര പ്രദേശങ്ങളിലും, ഇതൊക്കെ കണ്ടുകെട്ടുക സ്വത്തുക്കൾ. അതിന് പുറമെയാണ് ഈ സ്വർണം പോലുള്ള നിക്ഷേപങ്ങളുമൊക്കെ കണ്ടുകെട്ടുന്ന പരിപാടി. അങ്ങനെ കണ്ടുകെട്ടിയാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ഈ റഷ്യയോടൊക്കെ ചേർന്നിങ്ങനെ നടക്കുന്നു, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഭാവിയിൽ തോന്നുന്നു എന്ന് വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ സ്വർണ്ണമൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുള്ള സ്വർണം ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇപ്പോൾ 100 ടൺ വാങ്ങിച്ച് സൂക്ഷിച്ചാണ് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ചൈനയും വാങ്ങിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം വലിയൊരു അടിസ്ഥാന ഈ അമേരിക്കൻ പെട്രോ ഡോളർ വന്നു കഴിഞ്ഞപ്പോൾ സ്വർണം അടിസ്ഥാന മൂല്യമുള്ള നിക്ഷേപ മാർഗം അല്ലാതായിരുന്നു. ഡോളർ മതി, അതുവരെ സ്വർണമായിരുന്നു, ഡോളർ മതി എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇങ്ങനെ കണ്ടുകെട്ടുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ പല രാജ്യങ്ങൾക്കും. യൂറോപ്യൻ രാജ്യങ്ങളും ചെയ്തു, അമേരിക്ക മാത്രമല്ല. അങ്ങനെ റഷ്യക്ക് പ്രശ്നമുണ്ടായി. നമ്മൾ പിന്നെ എണ്ണ വാങ്ങിക്കുന്നതുകൊണ്ട് റഷ്യ പിടിച്ചു വെക്കുന്നു. അപ്പോൾ ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടേക്കുള്ള സ്വർണ്ണമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. മാർച്ചിൽ വളരെ രഹസ്യമായിട്ടാണ് ഇത് ചെയ്തത്, വിമാനം വഴിയൊക്കെ കൊണ്ടുവന്നത് നമ്മൾ. അപ്പോൾ ആ സ്വർണം മുഴുവൻ 400 ടണ്ണോ അത് മുഴുവൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ലോകത്തിലെ പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ എന്താ പറയുക അധീശത്വം ഉണ്ടല്ലോ, ഹെഗമണി, അതിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ ഡോളറിന് ഇപ്പോൾ ഉള്ള വാല്യൂ ഒക്കെ കുറയ്ക്കുക, എങ്ങനെയെങ്കിലും അതിനുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ ഇങ്ങനെ ഈ സഖ്യരാഷ്ട്രങ്ങൾ, സൗദിയും പലതിലും സഖ്യമായിട്ടൊക്കെ വരാറുണ്ട്, നമ്മളൊക്കെ ആയിട്ട് അടുപ്പമൊക്കെ ഉള്ള രാജ്യം തന്നെ. പക്ഷെ ഇങ്ങനെ അവർ ആ കരാർ പുതുക്കുകയില്ല എന്നുള്ളത് ലോകം പ്രതീക്ഷിച്ചിരുന്നതല്ല. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ അവരുടേതായ കറൻസിയിൽ വാങ്ങാമെന്ന് വരുമ്പോൾ ഓരോ രാജ്യത്തും ആ കച്ചവടം നടക്കുന്ന രാജ്യത്തിൻ്റെയും കൂടി ഒരു കരുതൽ ശേഖരം കറൻസിയുടെ അത് വരും. അപ്പോൾ ഈ പെട്രോൾ ഡോളർ കരാർ അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യയും ഈ പറയുന്ന സാമ്പത്തിക മേഖലയിലടക്കം ഒരു ഉയർച്ചയിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ, ഇന്ത്യയിലും സത്യത്തിൽ പല സ്ഥലങ്ങളിലും എണ്ണ നിക്ഷേപമുണ്ട്. നമ്മളും ഗൾഫിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രകൃതി വിഭവമാണല്ലോ. ആ പ്രകൃതി വിഭവം ഒരിക്കൽ തീർന്നു പോകും. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളും ഈ എണ്ണ നിക്ഷേപം തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ ആദ്യം അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് അവസാനം ചെയ്താൽ മതി എന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും കരുതൽ ശേഖരമായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആന്ധ്ര ബേസിനിലെ അമലാപുരത്ത് നിന്ന് നമ്മൾ എണ്ണ എടുക്കുന്നുണ്ട്, ജാംനഗറിൽ ഉണ്ട്, കൊങ്കൺ തീരത്തുണ്ട്, കൊല്ലത്തുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ അവിടെ 2 വലിയ എണ്ണക്കിണറുകൾ കുഴിക്കുക, റിഗുകളൊക്കെ വരിക, റീഫ്യൂവലിംഗ് ഫെസിലിറ്റിയൊക്കെ കൊല്ലം തുറമുഖത്ത് തന്നെ ആണ് ചെയ്യുന്നത്. പണ്ട് വലിയ തുറമുഖമായിരുന്ന ഇപ്പോൾ ഒന്നും അല്ലാത്ത കൊല്ലം തുറമുഖത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കും അത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് വലിയ ദൂരമൊന്നുള്ളതല്ല. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഹൂത്തികൾ ഈ എണ്ണക്കിണറെ ആക്രമിക്കാൻ നോക്കാറുണ്ട്, ആരാംകോയുടെയൊക്കെ സൗദിയിൽ. അതിനൊക്കെ അമേരിക്ക തടയുന്നുണ്ടല്ലോ ഇവിടെ. അങ്ങനെ അത് പിന്നുള്ള ആയുധങ്ങളൊക്കെ സൗദിയിൽ താവളം ഉണ്ടല്ലോ അമേരിക്കയ്ക്ക്. ആ കുവൈറ്റ് യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക താവളമൊക്കെ ആയിട്ട് അമേരിക്കക്കാർക്ക് പ്രത്യേക സ്കൂളും ഒക്കെ ഉണ്ട് അവിടെ, താവളവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊരു ഗെയിം ചേഞ്ചിങ് ഡിസിഷനാണ്
ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാണ് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം 9-ാം തീയതി ഇത് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അത് ഇന്ത്യ ഈ എന്താ പറയുക വലിയ സൂപ്പർ പവറായിട്ട് വരികയാണല്ലോ ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ കറൻസി ഒരുമാതിരി ലോകത്തിലെ സകല രാജ്യങ്ങളും ഒരു കരുതൽ ശേഖരമായിട്ട് ബേസ് കറൻസി പോലെ റിസർവ് കറൻസി പോലെ തന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. നമുക്ക് മിക്കവാറും രാജ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ കറൻസിയിൽ തന്നെ വ്യാപാരം നടത്താം. പ്രത്യേകിച്ച് എണ്ണയിൽ ഇത്ര ചെയ്യുമ്പോൾ അതിനാണല്ലോ ഏറ്റവും കൂടുതലും മുടക്കുന്നത്. അതാണ്.